Hi friends, welcome to Jalsa creation. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ നിങ്ങൾക്ക് എന്താന്നുള്ളതില്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള 2 ഫ്ലേവറിലുള്ള പൊതി പൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക എണ്ണയിലിട്ടിട്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സവാളയൊക്കെ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇത്തിരി കമ്മിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആർക്കും മുളക് പൊടി ഒന്നും അത്ര ഇഷ്ടമല്ല, അപ്പോൾ കുട്ടികളൊന്നും കഴിക്കില്ല. അത് കാരണം മുളക് പൊടി കമ്മിയാക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ മുളക് പൊടി കൂട്ടുക, കുരുമുളക് പൊടി ഇടുക, അതുപോലെ പച്ചമുളക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത്തിരി വെളിച്ചെണ്ണയുടെ കമ്മി തോന്നിയപ്പോൾ ഒരു കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇത്തിരി മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തായിരുന്നു, അപ്പോൾ കമ്മി ഉണ്ടായപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുഴുങ്ങിയിട്ട് നടുവൊക്കെ വരഞ്ഞു വെച്ച മുട്ടയും കൂടെ ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം നമ്മളിവിടെ വാഴയിലയിൽ 2 പൊറാട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മസാല ഇടുക. അങ്ങനെ ഇതാണ് ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഈ പൊറോട്ടയ്ക്കകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ വാഴയില ആദ്യം വാട്ടിയെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പൊതിയുന്ന ടൈമിൽ വാഴയില പൊട്ടിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില നേരത്തെ തന്നെ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റും, പൊട്ടിപ്പോകത്തൊന്നുമില്ല. ഇനി നമുക്ക് ആ വാഴയുടെ നാര് വെച്ചിട്ട് തന്നെ ഇതൊന്ന് കെട്ടിക്കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം നമ്മളോട് നേരത്തെ പാൻ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ ഈ പൊതിഞ്ഞ വാഴയില വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പം അതവിടെ വരുന്ന ടൈമിൽ നമുക്ക് രണ്ടാമത്തെ ഫില്ലിങ് ബീഫ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ ചെയ്ത പോലെ തന്നെ സവാളയൊക്കെ വഴറ്റി അതിനകത്ത് ബീഫ് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് ടൈപ്പിലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വശം ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് ആ ടൈമിൽ നമ്മുടെ ബീഫിൻ്റെ പൊറോട്ടയും കൂടെ ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതേ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊറോട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ബീഫ് അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്.
നമ്മുടെ പൊറാട്ടയൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞെടുത്ത് അതൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരത്തെ ഇട്ട് നമ്മുടെ പൊറാട്ട നന്നായിട്ട് തന്നെ 2 വശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് ഈ പ്ലേറ്റിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. നല്ല ചൂടുണ്ട്, അതന്നെ 2 തവണ കൊണ്ട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആ ബീഫിൻ്റെയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീഫിൻ്റെ പൊതിപ്പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടോട് കൂടെ തന്നെ ഉണ്ടാക്കണതൊക്കെ ചൂടോട് കൂടെ തന്നെ കഴിക്കണ ടേസ്റ്റ്. അപ്പം നല്ല വാഴയുടെ സ്മെല്ലൊക്കെ ഈ പൊറാട്ടയിലേക്ക് പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലെ അടിയിലേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറാട്ടയൊക്കെ ആയിരുന്നു. നല്ല ചൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായത് എഗ്ഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള പൊറാട്ട ആയിരുന്നു കേട്ടോ.